നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള പൂരം വറുത്തതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നെയ്യിട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 തേങ്ങയോളം ഇതിലിട്ടിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ നമ്മുടെ ഇതിനനുസരിച്ച് ആവശ്യത്തിന് എടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അമൃതപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അമൃതപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 പാക്കറ്റ് അമൃതപ്പൊടിയാണ്. നന്നായിട്ട് ഇത് തീരെ ഒട്ടാൻ പാടില്ല, കാരണം ഇത് അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറേശ്ശെ നെയ്യ് ചേർത്തിട്ട് വേണം ഇളക്കാനായിട്ട്. അമൃതപ്പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എള്ള് 2 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ, ഏലക്ക ഒരു 3 ചതച്ചത്, പിന്നെ കരിഞ്ജീരകം 1 ടീസ്പൂൺ ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഓവർ തീ ആവാൻ പാടില്ല, കാരണം ഇത് അടി കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. തിന്നണമെന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇതൊരു പ്രാവശ്യം വീട്ടിൽ നിങ്ങളും ട്രൈ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ
ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു കയ്യിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അമൃതപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇത് തണുത്തതിന് ശേഷം, ചൂടൊക്കെ മാറിയതിന് ശേഷം കുപ്പിയിലിട്ട് വെക്കുക. കുട്ടികൾക്ക് ആവശ്യത്തിന് എടുത്തു കൊടുക്കുക. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണ്. വീണ്ടും വീണ്ടും ചോദിക്കും ഇത് കുട്ടികൾ. അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക.